ചേട്ടാ, ഇപ്പോൾ ഗ്രീഷ്മയുടെ വിധി വന്നില്ലേ? തൂക്കുകയറ് തന്നെ കിട്ടി ഗ്രീഷ്മയ്ക്ക്. പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും ദയനീയമായിട്ട് ഒരാളെ കൊല ചെയ്ത ആളല്ലേ? അതെ, കുറ്റം ചെയ്ത ആരായാലും ശിക്ഷ അനുഭവിക്കപ്പെടണം. അത് കോടതി ഏറ്റവും നല്ല കാര്യമാണ്. നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ഇതിനകത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തൂക്കുകയറ് പ്രതീക്ഷിച്ചോ? പിന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഇത് എത്രയും വേഗം നടപ്പിലാക്കുക. അതെ, കുറ്റം ചെയ്ത ആരായാലും ശിക്ഷ അനുഭവിക്കപ്പെടണം. അത് കോടതി ഏറ്റവും നല്ല കാര്യമാണ്. ന്യായമായിട്ടുള്ള വിധി. ഇന്നത്തെ കാലത്ത് ഇത്രയും വിദ്യാഭ്യാസമുള്ള പിള്ളേർ ഇത്രയും കള്ളത്തരവും ചതിയും വഞ്ചനയും ഉള്ളി വെച്ചിട്ട് ഒരിക്കലും പെരുമാറാതെ. എനിക്ക് 2 പിള്ളേരുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു ആരോടും ഇത് ചെയ്യരുത്. പക്ഷേ വധശിക്ഷ കിട്ടുന്ന പ്രതീക്ഷിച്ചില്ലായിരുന്നു. 2 ജീവപര്യന്തം വല്ല കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചത്. അപ്പം വന്നിരിക്കുന്ന നല്ലൊരു വിധിയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഞാനിപ്പോൾ അത് കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു വിധി നല്ല കാര്യം. ഇങ്ങനെ ഒരു വിധി വന്നില്ലായിരുന്നെങ്കിൽ ഇനി അനേകർ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രയോറിറ്റി നമ്മൾ എല്ലാ കാര്യത്തിനും കൊടുക്കുന്നതാണ്. അത് മിസ്യൂസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. കൊലപാതകം ചെയ്ത ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ, അത് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിയ വിധിയാണ്. ഇനിയും കേരളത്തിൽ ഇതുപോലെ ഒരു ഗ്രീഷ്മ ഉണ്ടാകരുത്. ജനങ്ങളുടെ ഓരോ റിയാക്ഷനുമാണ് നമ്മളിതിൽ കാണുന്നത്. അവളെയൊന്നും തൂക്കിക്കൊല്ലാൻ പോകണില്ല. അങ്ങനെ ഒരു വിധി വന്നെങ്കിൽ തൂക്കിക്കൊന്ന് കാണിക്കൂ എന്നാണ് പറയുന്നത് മറ്റൊരാൾ. ഈ വിധി ഇനി മാറ്റിയാൽ ഇതിലും വലിയ നാണക്കേട് ഇനി നീതിപീഠത്തിന് കിട്ടാനില്ല എന്നതാണ് ഒരു കമന്റ്. അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന് പറയുന്നുണ്ട് പലവരും. ഈ ഒരു വിധി ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കോടതിയിലേക്ക് പോകുമ്പോൾ ഷാരോണിന്റെ അമ്മയ്ക്കും അവരുടെ കുടുംബത്തിനും തൃപ്തികരമാവുന്ന ഒരു വിധി തന്നെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പറയാം.